ദാ ഉള്ളിത്തണ്ട് കൊണ്ട് വളരെ എളുപ്പത്തിൽ തോരൻ തയ്യാറാക്കിയെടുക്കാം. കുട്ടിക്കാലത്ത് ഇതുകൊണ്ടുള്ള തോരനൊക്കെ കഴിക്കുമ്പം ഇതെന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഇത് ഉള്ളിത്തണ്ടാണെന്ന്. നല്ലപോലെ കഴുകിയിട്ട് ദാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ദാ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പം ദാ സവാളയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. സവാളയ്ക്ക് പകരം ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് തയ്യാറാക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ദാ ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ദാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കുക. ഉള്ളിത്തണ്ട് ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 4-5 മിനിറ്റിനുള്ളിൽ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പകുതിയോളം നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് 2-3 പച്ചമുളകും 2 ചെറിയുള്ളി ചേർത്തിട്ട് ഞാനൊന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ജീരകം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിതാ ഉള്ളിത്തണ്ട് തോരൻ ഇവിടെ റെഡിയായി കിട്ടും. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ.